ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് കണ്ടൻസ് മിൽക്കാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് കുറച്ച് ഷുഗർ വേണം. ഷുഗർ ഞാൻ ചെറിയ മിക്സിയുടെ ബൗളിൽ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് അത് നമുക്ക് പൊടിച്ചെടുക്കണം. പിന്നെ ഞാൻ ഇത്തിരി പാൽപ്പൊടി, അതായത് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. അത് 10 രൂപയുടെ പാക്കറ്റൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അനുസൃതമായിട്ട് എടുക്കുക. ഞാനിവിടെ 2 പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. കുറച്ച് ചൂടുവെള്ളം ആറിയതാണ്, ചൂടില്ലാത്ത വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് നെയ്യ് ചേർക്കേണ്ട ആവശ്യമുണ്ട്. അത് ഞാൻ ചെയ്യുന്ന അനുസരിച്ച് പറയാം. ഫസ്റ്റ് നമുക്ക് ഈ ഷുഗർ നല്ലോണം പൊടിച്ച് എടുത്തുകൊണ്ട് വരാം. ഷുഗർ നല്ലോണം പൗഡേർഡ് ആക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് പൗഡർ ആഡ് ചെയ്യാം. ഞാനിവിടെ ഷുഗർ ഒരു 6-7 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരത്തിന് അനുസൃതമായിട്ട് ഷുഗർ എടുക്കാം, എന്നിട്ട് പൊടിച്ചെടുക്കാം. അതിന് ശേഷം ഇപ്പോൾ പൊടിച്ചെടുത്തുകൊണ്ട് വന്ന ഷുഗർ പൗഡറിൽ നമ്മൾ മിൽക്ക് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കാം. നമ്മൾ എടുത്തു വെച്ചിരുന്ന വെള്ളം ആഡ് ചെയ്യണം. കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ, ആവശ്യത്തിനുള്ള ഒഴിച്ചു. നമുക്കിത് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം. മിക്സിയുടെ ചെറിയ ബൗളിൽ നമ്മൾ ഷുഗർ പൗഡറും മിൽക്ക് പൗഡറും വെള്ളവും കുറച്ച് ആഡ് ചെയ്ത് നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ കൺസിസ്റ്റൻസിലാണ് നമ്മുടെ മിൽക്ക് മെയ്ഡിൻ്റെ കൺസിസ്റ്റൻസി. ഇതിൽ കുറച്ച് നമ്മൾ നെയ്യും കൂടെ ആഡ് ചെയ്യണം. നമ്മൾ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യണം ഇതിനകത്തേക്ക്. എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുത്തുകൊണ്ട് വരാം. നമ്മുടെ ഈസി ആയിട്ടുള്ള കണ്ടൻസ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ശരിക്കും നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഒരു 5 മിനിറ്റ്സിന് താഴെ ടൈം മതി നമുക്കിത് കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കി വെക്കാനായിട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. ആകെ നമുക്ക് കുറച്ച് ഷുഗർ, കുറച്ച് മിൽക്ക് പൗഡർ, കുറച്ച് ചൂടുവെള്ളം, കുറച്ച് നെയ്യ്, ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് ഉണ്ടാക്കാനായിട്ട്. ഇതുണ്ടാക്കി വെച്ചാൽ നമുക്ക് പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിതിലേക്ക് ഉണ്ടാക്കി വയ്ക്കുന്ന ഈ കണ്ടൻസ് മിൽക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് പല സാധനങ്ങളും പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. പായസം ഉണ്ടാക്കാം, കസ്റ്റർഡ് ഉണ്ടാക്കാം, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. താങ്ക് യു.